VIP. വോഡഫോൺ കോമഡി സ്റ്റാറിന്റെ 11ാം ഘട്ടത്തിൽ ടീം VIP വൻ തിരിച്ചുവരവ് കൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. കാരണം ടീം VIP കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് മാറിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നോബിയുടെ തിരിച്ചുവരവ് കൂടെ ഈ ഘട്ടത്തിലുണ്ട്. 11ാം ഘട്ടത്തിലെ ചടങ്ങ് എന്ന കോൺസെപ്റ്റുമായി എത്തുകയാണ്. നിങ്ങൾ ഒരുപാട് ചടങ്ങുകൾ കോമഡി സ്റ്റാറിലൂടെ കണ്ടു കഴിഞ്ഞു. ഇവരൊരു വയറ് കാണിക്കൽ ചടങ്ങാണ് കൊണ്ടുവരാൻ പോകുന്നത്. അല്ലേ സാർ? അതെ, 7ാം മാസത്തിൽ ഇങ്ങനെ വിളിച്ചോണ്ട് പോകാനുള്ള സംഭവം. അപ്പോ ചിരിയുടെ പുതിയ മേഖലകൾ തുറക്കുവാനായി ഒരു സൂപ്പർ വയറ് കാണൽ. ഭഗവാനെ കൃഷ്ണ, എല്ലാവർക്കും നല്ലത് മാത്രമേ വരുത്താവൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഈ നാട്ടിലുള്ള എല്ലാവർക്കും നല്ലത് വരുത്തണേ. ഞാൻ ഇന്നാ നാളെ എന്നും വെച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നു. ഇന്ന് ഈ വീട്ടിലെ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെറുമോൻ അവനങ്ങ് ഗൾഫിലാ. അവന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോകുന്ന ദിവസമായി 7ാം മാസം. അപ്പൊ എല്ലാരും ഈ ചടങ്ങിന് ഇപ്പൊ അങ്ങ് എത്തും. ഭഗവാനെ, എന്നാലും ഈ നാട്ടുകാർക്ക് നല്ലത് മാത്രമേ വരുത്താവൂ. രമണ 7-8 മാസം കൊണ്ട് തളർവാദ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുന്നു. അവന്റെ വീട്ടിൽ ആകപ്പാടെ ദാരിദ്ര്യം. എന്നാലും അവന്റെ ഭാര്യ ലീല ഇത് എവിടെ നിന്ന് ഈ ടി വി വാങ്ങിച്ചത്? അവൾക്കിതിന് കായ് എവിടെ നിന്ന് കിട്ടി? അല്ല, അവൾ ഇന്നലെ വന്ന് ഫ്രിഡ്ജും മേടിച്ച്. നാട്ടുകാര് പലതും പറയുന്നു. പക്ഷേ അമ്മ, ഓ സുഖം തന്നെ. ആരടാ? അമ്മ മോനമ്മ തെക്കല്ല മോഹനടാ. ഓ മോഹന, ഓ എവിടെ പോന്നടാ നീ? അമ്മ, ഞാൻ റബ്ബറിന് ഷാട്ടർ അടിക്കാൻ പോണമ്മ. മഴയായിട്ട് വെട്ടൊക്കെ ഉണ്ടാ? അമ്മ, മഴ ഒന്ന് എല്ലാം ഒലിച്ചു പോയമ്മ. ഇനി വല്ല വ്യാജെല്ലാം കയറി ഷാട്ടർ അടിക്കാം. മക്കളെ, ഓ ഉച്ചയ്ക്ക് സുമയെ വിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അവളെ വീട്ടിലോട്ട്. ഞാൻ അറിഞ്ഞമ്മ, പുഷ്പമെന്ന് പറഞ്ഞു എന്റെ ഭാര്യ. അവളെങ്ങനെ അറിഞ്ഞ്? അമ്മ, അയൽക്കൂട്ടത്തിൽ അവർക്ക് ഇത് തന്നെയല്ലേ മുഖ്യ അജണ്ട. പിന്നെ നീ ഉച്ചയ്ക്ക് ഇവിടെ കാണൂ? അമ്മ, ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:30 മണിക്ക്, ഞാൻ 1 മണിക്കൊക്കെ കാണുമ്മ. എന്തമ്മ? അവര് കുറച്ചുപേർ ഇങ്ങോട്ട് വരും. ഓ ഓ ഓ നീ ഇങ്ങോട്ട് വരല്ലേടാ. പിന്നെ അവര് പലഹാരമൊക്കെ കൊണ്ടുവരും കേട്ടാ നമ്മളെ. പിന്നെ ഓ ഓ പറയാം അമ്മ. പിന്നെ അമ്മ, അപ്പൂപ്പ ഒരു കണക്കിന് ഭാഗ്യം തന്നല്ലേ അമ്മ? അതെന്താടാ? നിങ്ങൾ ഇടയിലങ്ങ് പോയല്ലേ. ഇതാണ് എന്റെ ചെറുമോള്. ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നത് എറണാംകേട്ട പെണ്ണ്. വിളക്ക് കത്തിച്ചില്ല. എടി, നിന്നെ വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങല്ലേടി. നീ ചൂലും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്ന ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് 4-5 വർഷമായി. ഇന്നേ വരെ ചൂലിരിക്കുന്ന സ്ഥലം ഇവള് കണ്ടിട്ടില്ല. ഇന്ന് വീട്ടിലെ ആള് വരുന്ന അറിഞ്ഞോണ്ട് ഇവിടെ തൂപ്പും തുടപ്പും എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യായി പെണ്ണ്. നിങ്ങളാണ് ഈ പിള്ള പണിയൊക്കെ ചെയ്യുന്നത്? എടി, ഈ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും തൂത്ത് വരുന്നത് ആരാടി? ഞാൻ തന്നെ. നാട്ടുകാർ പറയുന്നുണ്ട് നല്ല തൂപ്പാണ്. എന്റെ കൊച്ചുമോൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. എല്ലാ പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. എല്ലാ പൈസ ഇവള് തിരിച്ച് അവളെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ അമ്മമ്മ ഇങ്ങനെ വയ്യാതിരിക്കണം. അമ്മമ്മയ്ക്ക് ഒരു നേരിയത്, അല്ലെങ്കിൽ അമ്മമ്മയ്ക്ക് 2 പവന്റെ മാല ഇവള് വാച്ച് തരാത്ത എന്ത്? ഈ വയസ്സാം കാലത്ത് ഇനി ഇങ്ങോട്ട് മാലയിടാത്ത കുഴപ്പമേ ഉള്ളൂ. എന്താടി വയസ്സാം കാലത്ത് ഞാൻ മാലയിട്ട് അവിടെ കിടക്കൂലേ? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിക്കുന്നത് കേൾക്കരുത്. ഇവളെന്നോട്ട് ഈ കുടുംബത്തിൽ കയറിയോ അന്നത്തോടെ ഈ വീട്ടിലെ കംപ്ലീറ്റ് സമാധാനവും പോയി. അമ്മയ്ക്ക് ചായ വേണോ? എന്റെ കൊച്ചുമോക്ക് അമ്മമ്മയുടെ അടുത്ത് സ്നേഹമുണ്ട്. എന്റെ പൊന്നു മക്കളെ, അമ്മമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തോ. എന്റെ പൊന്നുമോളാനത്ത് വിഷം ഇടല്ലേടി. ചുമ്മാ തന്നെ തള്ളേ, നിങ്ങൾക്ക് പച്ച വേണം ഞാൻ തരാത്തത്. എന്റെ ദൈവമേ, എന്തൊരു മാറണ ഇത്. ഇവൾ 5-ാം മാസം വിളിച്ചോണ്ട് പോവാൻ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞതാണ്. തള്ളേ, വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈശ്വരനായാലും ആരായാലും വിളിക്കാതെ കല്യാണത്തിന് പോകുന്നത് ശരിയാണ്. ആരായാലും വിളിക്കാതെ പോയ അനുഭവിക്കുന്നതാണ്. ഈശ്വരനായാലും ആരായാലും. അതാ നിന്റെ കുടുംബത്തെ എന്റെ അമ്മ വിളിക്കാത്തത്. എന്റെ അമ്മ പാവമാണ്, വെറും പാവം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള. അയ്യോ എന്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം. അവനെ കണ്ടോണ്ട് കരച്ചിൽ തുടങ്ങിയപ്പോള് കണ്ണ ചുമ്മാ വണ്ണ. അമ്മ, എന്താ അമ്മ ഇത്? ഇന്ന് നല്ലൊരു ദിവസമല്ലേ അമ്മ? അമ്മ എന്തിനാ അമ്മ കൊച്ചിനെ കരയിക്കുന്നത്? എടാ, കൊച്ചു കരയുന്ന മാത്രമേ നീ കാണത്തോളല്ലേ. ഈ തള്ള കിടന്ന് കരയും നീ കേൾക്കുന്നില്ലല്ലോ. കുറെ കരയും, എനിക്കറിയാം. കുറെ കരയുന്ന പാർട്ടിയാണ്. ഒന്നാമത് പയ്യൻ കൂടില്ല. അവനില്ലാത്ത അവന്റെ കാര്യം നമ്മളല്ലേ അമ്മ നോക്കേണ്ടത്. എടാ, അവൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവക്ക് വേണ്ടിയാണോ? അപ്പൊ അവളെല്ലാം അവളെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നു. അമ്മമ്മ ഇവിടെ ഉണ്ടെന്നൊരു വിചാരം അവക്കില്ല. അമ്മ അങ്ങനെ പറയല്ലേ അമ്മ. അങ്ങനെ ഒരു സ്വഭാവം അമ്മ കാണിക്കരുത്. അമ്മ ഇത്ര പ്രായമല്ല. അമ്മയൊന്ന് ഒതുങ്ങണം, ശകലം ഒന്ന് ഒതുങ്ങണം. ഒരു പൊടിക്ക് അമ്മയൊന്ന് ഒതുങ്ങണം. അമ്മയോട് ചൂടാവുന്നോടാ നീ? നീ കുടിച്ചല്ലേ? ഇതമ്മ, നീ കുടിച്ചല്ലേടാ? എന്തോ അമ്മ പറയുന്ന കേൾക്കുന്നില്ല. നീ കുടിച്ചല്ലേടാ? അമ്മ, ആ ഭാഗം ഞാൻ കേൾക്കുന്നില്ല. ഇങ്ങോട്ട് വാ. ഇതമ്മ, നീ ഇങ്ങോട്ട് വാടാ.
ഊത്. ചിരി ഏ? ചിരി ചിരി. ഓസ് കിട്ടി ഇപ്പൊ ഇച്ചിരി അടിച്ചമ്മ. എന്റെ പൊന്നുമക്കളെ, എന്തോ എന്തിനടാ ഇങ്ങനെ കുടിക്കണത്? അമ്മ കുടിച്ചെന്തിനടാ നീ കൂമ്പ് വാട്ടണത്? അമ്മ കിട്ടണ ശമ്പളം കംപ്ലീറ്റ് നിനക്ക് അമ്മായി കൊണ്ട് തന്നൂടെ നിനക്ക്? എന്റെ പൊന്നുമ കുടിക്കല്ലേടാ. ഇല്ല അമ്മ. അമ്മേ കുഞ്ഞാളിലേ ഓരോരോ ഓർമ്മ വരുന്നു അമ്മ ഇങ്ങനെ തുടങ്ങിയപ്പോ. എന്ത് പൊന്നെ? അമ്മ ഈ മുറ്റത്തേക്ക് മാവിലേ അമ്മ പണ്ട് ഓണത്തിന് ഊഞ്ഞാലിട്ട് തരത്തില്ലായിരുന്നു അമ്മ. നമ്മൾ ഊഞ്ഞാല ആടത്തില്ല അമ്മ. ആ മാവ് ഇപ്പൊ ഒരുപാട് അങ്ങ് വളർന്നമ്മ. അതൊന്ന് മുറിക്കണ്ടേ അമ്മേ? കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു. കൂട്ടുകാരെ ചോദിക്കുന്നു എന്തോന്ന് വാഴക്കായി 2 കാക്കയിട്ട് കൈയടിക്കാൻ സാഹചര്യം ഇല്ലേന്ന്. ഇവിടെ ഇങ്ങനെ കൈയടിക്കാൻ വേണ്ടി 2 പിള്ളേർ എന്നേ കൊതിക്കുന്നെന്നറിയാമോ? ആരാ? ബാലനും സുഖവും നിന്റെ 2 മക്കള്. തള്ളെ കൊണ്ട് തോറ്റൊരു കാര്യവും നടക്കത്തില്ല. സുരേഷേ അവരിപ്പെത്തും. ഫോൺ അതാ വന്നത്. വന്ന് അത് കേട്ടോ. അവര് വന്ന് കേട്ടോ. സാധനങ്ങളെല്ലാം നിറക്കണം കേട്ടോ. 7 കൂട്ടം സാധനം ഉണ്ട് അവർ കൊണ്ടുവരുന്നത്. മനസ്സിലായോടാ? ബിജു ഇവരെന്തൊക്കെയുണ്ട്? സുഖം. അവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചു. അമ്മ എല്ലാ ഐറ്റം പലഹാരം ഉണ്ടാടാ? എല്ലാം ഉണ്ടാ? 7 ഐറ്റം ഉണ്ട്. ആ പെട്ടി പോയപ്പോഴേ ഞങ്ങളുടെ ബിവറേജ് സാധനം ഇറക്കുന്ന ഓർമ്മ. നിനക്ക് എന്നോ ഓർമ്മ മാത്രമേ കാണത്തുള്ളൂ. എല്ലാ ഇനം പലഹാരം ഉണ്ടാ? അയ്യോ ഇതൊക്കെ ആരാ? അറിയില്ലേ? ഇല്ല. മക്കളെ എവിടെ നിന്ന് പരിചയപ്പെടുത്തി. ഇത് സിന്ധുവിന്റെ ഇളയ കുഞ്ഞമ്മയുടെ മോള്. ഇപ്പുറത്ത് നിൽക്കുന്ന സിന്ധുവിന്റെ കുഞ്ഞമ്മ. അപ്പുറത്ത് നിൽക്കുന്ന സിന്ധുവിന്റെ അപ്പച്ചി. ഈ ഇടയ്ക്ക് നിൽക്കുന്നത് സിന്ധുവിന്റെ കൂട്ടുകാരി, ബാംഗ്ലൂരിൽ പഠിക്കുന്നു. ഇപ്പുറത്ത് നിൽക്കുന്നത് സിന്ധുവിന്റെ കൂട്ടുകാരി. ശരി കൊള്ളാം കേട്ടോ. എല്ലാരും ഇങ്ങനെ നടന്നാൽ മതി. ഇതുപോലത്തെ ചടങ്ങൊക്കെ വീട്ടിലും നടത്തണ്ടേ? എല്ലാരും ഉത്സാഹിക്കണം. അല്ല പറഞ്ഞു മക്കളെ എല്ലാ ഇനം പലഹാരം ഉണ്ടോ? എല്ലാ ഇനം പലഹാരം ഉണ്ടാടാ? എല്ലാം ഉണ്ട് അമ്മ. അടങ്ങമ്മ. അങ്ങനെ അടങ്ങാൻ പറ്റത്തില്ല. എന്ത്? മറുവീടിനെ ഫ്രിഡ്ജ് കൊണ്ടുവരാന്ന് പറഞ്ഞ കുടുംബക്കാരാ കൊണ്ടുവന്ന തുരുമ്പടത്തിൽ അലമാര എന്തോ പറയാ മൂലരെടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഒന്നും മിണ്ടാതി അമ്മ. നാട്ടുകാരെ കൊണ്ട് പറയിക്കാതമ്മ. അമ്മ ഒന്നും മിണ്ടാതിരി അമ്മ. അമ്മ ഞാൻ പറഞ്ഞാ കേൾക്കത്തില്ല അമ്മ. അമ്മ മിണ്ടല്ലേ കേട്ടാ? എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഇനി വണ്ടി ഒന്നും ഇറക്കാനില്ലല്ലോ. വണ്ടിയൊന്നുമില്ല. ഇനി നമുക്ക് ചടങ്ങ് ചടങ്ങ്. സുരേഷ് ചടങ്ങ് തുടങ്ങാൻ പോവാന്നേ. എന്നോട് തിരിയെല്ലാം കത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ വയ്ക്കാൻ പാടില്ല. നേരെ കിഴക്കോട്ട് തിരിച്ചിരിക്കുന്ന തിരിയല്ല. അതിന്റെ മോനെ നമ്മള് തിരിയൊക്കെ എവിടെ എടുത്ത് വെച്ചിരിക്കും. നമ്മൾ എന്തായാലും ഇപ്പം കർപ്പൂരം കത്തിച്ചങ്ങ് തുടങ്ങാം. വിളക്കൂടെ കത്തിച്ചിട്ട് പെട്ടെന്നായിരിക്കണം എല്ലാം നല്ല രാഘുവലം. എപ്പോഴാണ് രാഘുവലം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. രാഘുവലം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞില്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ചെറുക്കന്റെ ആത്മാർത്ഥ കണ്ട മോനെ. ഇത് നിങ്ങളുടെ കൂടെ ഡ്രൈവർ അല്ലേ? നല്ല ആത്മാർത്ഥയുണ്ട് കേട്ടോ. അവന്റെ ആത്മാർത്ഥയൊന്നുമല്ല. പിന്നെ അവര് 2 മണിക്ക് ശേഷം ഓട്ടം ഉണ്ട്. അവനെ ഇവിടെ കിടന്ന് വെപ്രാളം കാണിക്കുന്നവൻ. ആത്മാർത്ഥത പിന്നെ അങ്ങ് റോഡില് ജംഗ്ഷനില് ഇവിടെ വേണ്ട. എന്റെ വീട്ടിൽ കുടുംബത്തെ കാര്യം നോക്കാൻ ഞാനുണ്ട്. ഓടും ഇപ്പം. ഇവിടുന്ന് ഇപ്പം ഓടും. മനസ്സിലായല്ലോ? നീ മനസ്സിലായി? അമ്മേ നീ അമ്മ എടുത്തി ഒരു കാര്യം ചോദിച്ചോട്ടോ. ഇതുപോലെ ചടങ്ങ് നമ്മൾക്ക് ഉടനെ പോകേണ്ടി വരും അങ്ങോട്ട്. എവിടാ? അല്ല എവിടെ വിളിച്ചോണ്ട് പോകുമ്പോഴേ മക്കളെ ഇത് കണ്ടിട്ട് 13 ആണെന്ന് തോന്നുന്നു.